എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വിട്ടുന്നു. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ? പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ച? അതെനി വേണ്ട. ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താടി സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ടാ വേണ്ടത്. അത് ചെയ്യണോ ഞാന്? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. വലിച്ചു ഇറങ്ങി പൊടിയോട്. ഇറങ്ങി പോന്നെ. എന്തടീ കാണിക്കണത്? ഒന്നും കാണിച്ചില്ല. ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചാ നോക്കണ. വെങ്കിടി ഞാൻ എന്റെ പൊന്നു മാലമോളെ, സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിനു വേണ്ടി പിടിച്ചോന്നല്ല. എന്തിന്? ഞാൻ വന്നപ്പോഴുണ്ട് ഇവിടെ. ഒരക്ഷരം നീ മിണ്ടി പോരുത്. എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടെ മോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യം തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണിത്. ഒരു പെണ്ണിനെ കയ്യെത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി. മനസ്സിലുള്ള മൃഗം വിരലി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നതോടൊപ്പം ഞാൻ കണ്ടത്. വെങ്കിടി, എടാ, മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം. കൺട്രോൾ വേണം, കൺട്രോള്. നീ എന്താടാ കാളക്കൂറ്റനാ അതോ നേർച്ചക്കൊറ്റനോ? രാമപ്രാന്തൻ. മതി. ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. പാവം. ഒരു പാവമല്ല, സാവധാനം നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ടേ കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടാണ് ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെയല്ല ഒരു രസമുള്ളൂ. പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഇവനെ പ്രേമിക്കുന്ന പെണ്ണോ? ഈ പിശാശിനി എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ ആളെ കണ്ടില്ലേ? ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ അസുഖം താനേ തീർന്നോളൂ. എന്താണ്? ഏതാടാ വന്ന പെണ്ണ്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയായിരിക്കും. അല്ലേ സെറ്റപ്പാന്നും ഒന്നര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ? നീ വന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ, വാങ്ങിട്. അപ്പൊ അമ്പാളെ രണ്ട് ആണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ് നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ. ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തഴമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കെൻഡ് വെച്ചാൽ അവൾ ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞേ? നീ സമാധാനപ്പെട്. വന്ന് ഇവിടെ ഇരിക്കേ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ? ആന്നും കുടിച്ച ചങ്ക് നിറങ്ങില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അല്ലാതെ എവിടെയെങ്കിലും കിടക്കണ വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യാ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം. നല്ലതാടാ. എന്തിന്? എന്താവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലോ. എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനല്ലോ കൂടെ. ഞാൻ ആരോടാ അതൊക്കെ പറഞ്ഞത്? എടാ പൊട്ട, ഒരു പെണ്ണ് വന്നു വെച്ചാൽ നല്ലതല്ലേ? നിനക്കെന്താ ചെയ്തം? നിന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ ഒഴിവാക്കാനാണെന്നുള്ള നിന്റെ തോന്നലാണ്. ആ പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ആവശ്യത്തിനാടാ. ഇതിന്റെ പേരിൽ നീ അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചപ്പിന്റെ ഉള്ളിൽ വന്ന് കിടക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ മര്യാദക്ക് നക്കാൻ കിട്ടുന്നില്ലേ നോക്ക് നീ. ആരെയും പേടിക്കാണ്ട എപ്പോ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കി രസിക്കാലോ. ഒളിഞ്ഞു നോക്കി രസിക്കണത് ഒരു സുഖാട ചക്ക. ഇപ്പൊ തന്നെ നോക്കാൻ പോവാണ്.
മുത്തട്ടെ അവൻ ഐഡിയ പറഞ്ഞു കൊടുത്ത് കുഴപ്പമായിന്നാ തോന്നുന്നു. പോടെ പോക്ക് നോക്കി. അത് ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം? എന്നെ കൂടെ ആരെയും കളി തൂക്കി എന്നാ ഒരു ചീട്ട് നീ പുറത്തു പോയി കളി. നീ പുറത്തു പോയി കളി. എന്താണ് നമ്പരു? എടാ മാല വന്നു കാണിച്ച് എല്ലാവരും കൂടുന്ന നേരത്ത് നീ മാത്രം എന്താ കൂടുതൽ കൂടാതെ മാറുന്നത്? ഇത്ര വൈകോളം നീ എവിടെ ഇരുന്നടാ? തോന്നുമ്പോ കേറി വരാൻ ഇതെന്താ ഹോട്ടലാ? ആ എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ ഞങ്ങളെ പരിപാടി അവസാനിപ്പിക്കാൻ പോണ എന്റെ കലാശക്കോട്ട. അതെ ഞാൻ റാണി ഇറക്കി. നീ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നടാ. ഭയങ്കര ദേഷ്യമാണല്ലോ. ഇപ്പൊ നോക്കിയാലും കൂടിയും വലിയ തെണ്ടികള് ശരിയാക്കി തരാം. എന്താണ് നിന്റെ മുഖത്തിന് കടന്നൽ കുത്തിയ? ഇതുവരെ കാണാതൊരു വാട്ടം. അവള് വന്നെന്റെ ചൊരിക്കില്ല. ചൊരുക്കട്ടെ. ഞാൻ കളിക്കണ്ട. അവസാനിപ്പിക്കാം. അപ്പൊ വെങ്കടി ബൈ ബൈ. ജിങ്കടി ഓക്കെ. ഇത് താണ്ട് അവന്റെ അണ്ണാക്കിലെടുത്ത് ഒഴിച്ചു. അതെ, നീ നേരത്തെ കാണിച്ച നാടകം അഭിനയൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണം. ആരാണവളെന്ന്? എന്തിനാ നീ അവളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ? അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പച്ച വെള്ളം വേണ്ട എനിക്ക്. അവളെ എന്നോടാ മത്സരിക്കാൻ വരണത്. കൂറ പെരട്ട. നീ വെള്ളം വെക്കാൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്. എന്തിനും പറയുന്നൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. പറഞ്ഞു കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തൊരു കഷ്ടാണ് നോക്ക്. മനുഷ്യന് ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ? വെങ്കിടി, നീ എന്തിനാ ഇവിടെ കയറി കിടന്നേ? ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെയും പോയി കിടക്കും. ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. വെങ്കിടി, 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 വാതിൽ തുറക്ക് വെങ്കിടി. നിന്റെ തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പ് മുടക്കുക. ഉമ്മ തിങ്കളാഴ്ച നോയമ്പ് മുടക്കും. മുടക്കിക്കോ. കളിയും ചിരിയൊക്കെ മാറും. എന്താണ് നിങ്ങളവിടെ പെണ്ണെ കൊണ്ടുവന്ന് വരെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നല്ല പിടയ്ക്കണ പെണ്ണാണെന്നല്ല കേട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും മീൻ തരി.
വേണ്ടാത്തോരോ പണികള്. സ്വാമി, അവർക്ക് വെച്ചുണ്ടായി കഴിക്കാനാവും. അവർക്ക് ഇവിടുന്ന് കഴിച്ചൂടെ? രണ്ടാളല്ലേ ഉള്ളൂ. ഓന്റെ വീട് നിങ്ങൾ നോക്കോ? ഓന്റെ വീട് നിങ്ങൾ നോക്കോന്ന്. അതിനല്ലടോ ഇവൻ. അപ്പൊ പിന്നെ അതിനാവും. അതിനാവും. വീടിനുണ്ടെങ്കിൽ വീടിലേക്ക് വെറുതെ പറഞ്ഞോട്ട് പെണ്ണ് ചെയ്യേണ്ട പണി പെണ്ണ് തന്നെ ചെയ്യണം. അത് അടുക്കളയിലായാലും കിടക്കയിലായാലും അല്ലേ? ആരെങ്കിലും ഉണ്ടോ നിന്റെ ഉള്ളില്? ഉണ്ടെങ്കില് ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്കടി. അല്ലാണ്ട് നിന്നെ സമയത്ത് കാലത്ത് എനിക്ക് സമയമില്ല. ഇതൊക്കെ തല്ലി പൊളിക്കോ? എന്താണ് നിനക്ക് അകത്ത് പരിപാടി? പല പരിപാടിയും കാണും. എവിടെയാടി വെങ്കടി? ആ എനിക്കറിയില്ല. മാറ് ഇല്ലെങ്കിൽ മാറ് ഇല്ലെങ്കിൽ മാറുന്ന് മാറ് നിക്കങ്ങട്. ഇതെന്താ മീന്? ആ മീനാണ്. എന്തേ? തിന്നുമ്പോ രസം കാണും. നാറ്റം പോണെങ്കി 4 ദിവസം എടുക്കും. അതിനെ നിന്നെ തീറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ തേറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഓ പിന്നെ ആ എടി, നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കലേ വിട്. ഉണ്ടാക്കണോള് ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് കൊണ്ട് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടല്ലോ ഇവിടെ, അതങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ അതാ പറഞ്ഞത്. അല്ലാതെ മൊത്തം കാര്യങ്ങൾ നീ അങ്ങ് ഏറ്റെടുത്ത് ചെയ്താലേ വെങ്കടി ആദ്യം ചവിട്ടി പുറത്താക്കി എന്നെയാവും. ഇന്നലെ കണ്ടു നിന്റെ വെപ്പിന്റെ കേമത്തം. എരിവുമില്ല പുളിയുമില്ല. ഓ ഒരു വെപ്പേർത്തി വന്നിരിക്കണം അവള്. ഒരു മീൻ വെപ്പുകാരൻ. ഓ 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി